ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ച ശേഷം ഇതുവരെയുള്ള ആകെ വരുമാനം 210 കോടി രൂപയായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അറിയിച്ചു. ഇതിൽ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രശ്നമില്ലാതെ സുഗമ ദർശനം സാധ്യമായ തീർത്ഥാടന കാലമാണിത്. ഭക്തരും മാധ്യമങ്ങളും സന്തോഷപ്രദമായ അനുഭവമായാണ് ഈ തീർത്ഥാടന കാലത്തെ കാണുന്നതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ദേവസ്വം ഗസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശബരിമല തീർത്ഥാടന കാലം ആരംഭിച്ചിട്ട് ഏതാണ്ട് 33 ദിവസം പിന്നിടുകയാണ്. ഈ സീസണിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമ ദർശനം സാധ്യമായ ഒരു കാലയളവായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. മാധ്യമങ്ങളും അതുപോലെ തന്നെ വന്നുപോയ ഭക്തന്മാരും വളരെ സന്തോഷപ്രദമായിട്ടുള്ളൊരു അനുഭവമായിട്ട് ഈ തീർത്ഥാടന കാലം കാണുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യം തരുന്ന ഒരു സംഗതിയാണ്. ഈ വർഷം ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, വരുമാനത്തിൻ്റെ കാര്യത്തിലും മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ഇൻകം ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതുവരെ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 210 കോടി രൂപ ആകെ വരുമാനം വന്നിരിക്കുകയാണ്. ഈ 33 ദിവസം കൊണ്ട് ഏതാണ്ട് 210 കോടി രൂപ വരുമാനം വന്നിരിക്കുന്നു. അതിൽ തന്നെ അതിൻ്റെ പകുതിയിലേറെ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെയാണ് വന്നിരിക്കുന്നത്. താമസത്തിന് മുറിയെടുക്കുന്നവർക്ക് മുൻകൂറായി നൽകുന്ന നിക്ഷേപ തുക തിരികെ ലഭിക്കുന്നില്ലെന്ന പരാതിക്ക് പരിഹാരമായി തുക തിരിച്ചു നൽകുന്നതിന് പ്രത്യേക കൗണ്ടർ തുറക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. കൗണ്ടറിലെ തിരക്ക് കാരണം പലർക്കും തുക മടക്കി വാങ്ങാൻ കഴിയാതെ വന്നിരുന്നു. ഇതേ തുടർന്ന് പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് റീഫണ്ട് കൗണ്ടർ തുറക്കുന്നത്. ഒരാൾക്ക് 20 ടിൻ അരവണ നൽകുന്ന തീരുമാനം തുടരുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. എല്ലാവർക്കും അരവണ ലഭ്യമാക്കുന്നതിനാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അയ്യപ്പന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി തോന്നുന്നില്ല. മണ്ഡലപൂജയ്ക്ക് ശേഷം 27-ന് നടയടച്ചാൽ 3 ദിവസം കഴിഞ്ഞാണ് തുറക്കുക. ഈ സമയത്ത് കൂടുതൽ അരവണ ഉൽപ്പാദിപ്പിച്ച് കരുതൽ ശേഖരണം വർദ്ധിപ്പിക്കാനാകും. 27-ന് നടക്കുന്ന മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനുള്ള തങ്ക അങ്കി 26-ന് പുറപ്പെടും. അന്നേ ദിവസം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. മകരവിളക്കിനോടനുബന്ധിച്ച കാനനപാത വഴി വരുന്നവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. സ്പോട്ട് ബുക്കിംഗ് കുറച്ചു എന്ന് കേട്ട പലരും സത്രം പുല്ലുമേട് വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ദുർഘടമായ പാതയിലൂടെ പ്രായാധികമുള്ളവർ, അസുഖമുള്ളവർ തുടങ്ങിയവർ ഏറെ ദൂരം നടന്നു വരുന്ന സാഹചര്യവുമുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമുള്ള ഭക്തർക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ അവബോധം നൽകണം. ആരോഗ്യ പ്രശ്നമുള്ളവർ ഈ പാത തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കണം. കാനനപാത വഴി വരുന്നവർക്ക് പ്രത്യേക പാസ് ഏർപ്പെടുത്തുന്നതിന് പോലീസുമായും വനംവകുപ്പുമായും ധാരണയിലെത്തിയിട്ടുണ്ട്. സിറ്റി വിഷൻ, സന്നിധാനം.